ഹായ് ഓൾ. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട് കിങ്ഡം മൊനീറയെ പറ്റി. അതുമല്ല നമ്മൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ആരാണ്, ഏതൊക്കെയാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ പഠിച്ചു. ഏതൊക്കെയായിരുന്നു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റൈ ആൻഡ് കിങ്ഡം അനിമേലിയ. ഈ 5 കിങ്ഡം കൊണ്ടുവന്നത് ആരായിരുന്നു? R.H. വിറ്റേക്കർ. ആരായിരുന്നു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്? ഇറ്റ് ഇസ് R.H. വിറ്റേക്കർ ഇൻ ദ ഇയർ 1969. ഓക്കെ, അതിൽ നമ്മൾ മൊനീറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. നമ്മൾ എവിടെ കണ്ടാലും ഒരു ഹാൻഡ് ഫുൾ ഓഫ് സോയിൽ ഹൺഡ്രഡ്സ് ഓഫ് അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് ബാക്ടീരിയ ഫൗണ്ട് ഇൻ ഹാൻഡ് ഫുൾ ഓഫ് സോയിൽ എന്നൊക്കെ പറയാം. ഇപ്പം റോഡ് ഷേപ്പ്ഡ് ആണെങ്കിൽ റോഡ് ഷേപ്പ്ഡ് ബാസിലസ്, സ്ഫെറിക്കൽ ഷേപ്പ്ഡ് കോക്കൈ, സ്പൈറൽ ഷേപ്പ്ഡ് സ്പൈറലം, കോമ ഷേപ്പ്ഡ് വിബ്രോ. ഇതൊക്കെ ബാക്ടീരിയൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്തതായിരുന്നു. പിന്നെ അവർക്ക് ഈ ബാക്ടീരിയ അറിയാം, അതുപോലെ തന്നെ യു ബാക്ടീരിയയും അറിയാം. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് കിങ്ഡം പ്രോട്ടിസ്റ്റയാണ്. അനദർ കിങ്ഡം പ്രോട്ടിസ്റ്റ. ഓക്കെ, കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ all single celled eukaryotes are placed under kingdom protista. എല്ലാ സിംഗിൾ സെൽഡ് യൂക്യാരിയോട്സും എവിടെയാണ്? പ്രോട്ടിസ്റ്റയിലാണ്. എല്ലാ സിംഗിൾ സെൽഡ് യൂക്യാരിയോട്സും എവിടെയാണ്? പ്രോട്ടിസ്റ്റയിലാണ്. എല്ലാ സിംഗിൾ സെൽഡ് പ്രോകാരിയോട്ടും എവിടെയാണ്? സിംഗിൾ സെൽഡ് പ്രോകാരിയോട്ട് എവിടെയാണ്? കിങ്ഡം മൊനീറയിലാണ്. സിംഗിൾ സെൽഡ് യൂക്യാരിയോട്സ് എവിടെയാണ്? പ്രോട്ടിസ്റ്റയിലാണ്. അത് മറന്നു പോകരുത് കേട്ടോ. ആൻഡ് ദ ബൗണ്ടറീസ് ഓഫ് ദിസ് കിങ്ഡം ആർ നോട്ട് വെൽ ഡിഫൈൻഡ്. ഈ കിങ്ഡം പ്രോട്ടിസ്റ്റ ആർ ഓഫ് 5 ആരൊക്കെയാണ്? ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലാജെല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മൗൾസ് ആൻഡ് പ്രോട്ടോസോയിൻസ്. ആരൊക്കെയാണ്? ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലാജെല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മൗൾസ് ആൻഡ് പ്രോട്ടോസോയിൻസ്. ഈ ഒരു കിങ്ഡത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഫോംസ് എ ലിങ്ക് വിത്ത് അതർ ഡീലിംഗ് വിത്ത് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഫംഗി. മറ്റ് പ്ലാന്റ്സും ആനിമൽസും അതുപോലെ കിങ്ഡം ഫഞ്ചൊക്കെ ആയിട്ട് ഒരു ലിങ്ക് ഫോം ചെയ്യുന്ന കിങ്ഡമാണ് ആര്? Kingdom protista. Kingdom protista forms a link with other dealing plants, animals and fungi. Okay. Next we are going to study a detail of chrysophytes. Chrysophytes എന്ന് പറഞ്ഞ ആരാ? It is diatoms and decimates algae. Diatoms and decimates ആണ് chrysophytes. Decimates എന്ന് പറഞ്ഞ ആരാണ്? Golden algae. ആരാണ്? Golden algae. Okay. Decimates ആരാണ്? Golden algae. Diatoms and decimates are chrysophytes. They are found in fresh water as well as in marine environment. Microscopic ആണ് and float passively in water current as planktons. Okay. Most of them are photosynthetic. In diatoms, cell walls form two thin overlapping shells which fit together as in a soap box, and these walls are embedded with silica. ഡയാറ്റംസിൽ ഇങ്ങനെ 2 വാൾസ് ഉണ്ടാകും. ഇതാ കണ്ടോ, ഇങ്ങനെ ആയിരിക്കും. ഇത് 2 ഓവർലാപ്പിംഗ് വാൾസ് ഉണ്ടാകും വിച്ച് ഫിറ്റ് ടുഗദർ ആസ് ഇൻ എ സോപ്പ് ബോക്സ്. ഒരു സോപ്പ് ബോക്സ് പോലെയുള്ള 2 വാൾസ് ഉണ്ടാകും. അങ്ങനെ ആയിരിക്കും ഡയാറ്റംസ് ഉണ്ടാകുക. ആൻഡ് ദേ ആർ എംബഡഡ് വിത്ത് സിലിക്ക. And thus the walls are indestructible. ആരുള്ളത് കൊണ്ട്? in the presence, സിലിക്കയുടെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഇതിൻ്റെ ഡയാറ്റംസിൻ്റെ വാൾസ് എന്താണ്? ഇൻഡെസ്ട്രക്റ്റിബിൾ ആണ്. അങ്ങനെ പൊട്ടിപ്പോവൊന്നുമില്ല. ഓക്കെ. Diatoms have left behind a large amount of cell wall deposit in their habitat. Thus, accumulation over billions of years is referred to as diatomaceous earth. Okay, the diatomaceous earth diatoms have left behind a large amount of cell wall deposit in their habitat, and this accumulation over billions of years is referred to as diatomaceous earth.
എന്താണെന്ന് വെച്ചാൽ ഈ ഡയാറ്റംസ് അവർ നിൽക്കുന്ന സ്ഥലത്ത് അവരുടെ ഷെൽസിനെ ഡിപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് അത് കുറേ വർഷങ്ങൾ കഴിയുമ്പം അതെന്തായിട്ട് മാറും? ഡയറ്റമിജസ് എർത്തായിട്ട് മാറും. അതിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചാൽ വിച്ച് ഇസ് യൂസ്ഡ് ആസ് പോളിഷിങ്, ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത്? ബിക്കോസ് ബീയിങ് ഇറ്റ് ഇസ് ഗ്രിട്ടി. അത് ഗ്രിട്ടി ആയതുകൊണ്ട് തന്നെ എന്താണ് വി ആർ യൂസിങ് ആസ് പോളിഷിങ്, ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ് ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് നമ്മൾ നോട്ട് ചെയ്യേണ്ട അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ഡയാറ്റംസ് ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓഷ്യൻസ്. ഡയാറ്റംസ് ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓഷ്യൻ. അപ്പം ക്രൈസോഫൈറ്റ്സ് ആരാണ്? ഡയാറ്റംസ് ആൻഡ് ഗോൾഡൻ ആൽഗെ ഡെസിമേറ്റ്സ്, അതല്ലെങ്കിൽ ഡെസിമേറ്റ്സ് ആണ് എന്ത്? ക്രൈസോഫൈറ്റ്സ്. They are found in fresh water as well as in marine environment. Microscopic, float passively in water current. Most of them are photosynthetic, and a cell wall forms two overlapping shells which fit together as in a soap box, and the walls are embedded with silica. Thus, the walls are indestructible. The diatoms have left a large amount of cell wall deposit in their habitat. The accumulation over billions of years is referred to as diatomaceous earth. Being gritty, the soil is used in polishing, filtration of oils and syrups. Diatoms are the chief producers of oceans. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത എക്സാമ്പിൾ ആരാണ്? ഇറ്റ് ഇസ് ഡൈനോഫ്ലാജലേറ്റ്സ്. രണ്ട് ഫ്ലാജല്ലകളുണ്ട്. ഡൈനോഫ്ലാജലേറ്റ്സ്, യെസ്, പേര് പോലെ തന്നെ അവർക്ക് രണ്ട് ഫ്ലാജല്ലകളുണ്ട് കേട്ടോ. സോ these organisms are mostly marine and photosynthetic. Marine ആണ്, പിന്നെ എന്തുമാണ്? They are photosynthetic. They appear in yellow, green, brown, blue and red depending on the main pigment present in their cells. അവരുടെ സെൽസിലുള്ള മെയിൻ പിഗ്മെൻ്റ് കാരണം അവർ ഏതൊക്കെ കളറിൽ കാണാം? യെല്ലോ, ഗ്രീൻ, ബ്രൗൺ, blue and red. The cell wall has stiff cellulose plate on the outer surface. Cell walls in എന്തുണ്ട്? Stiff cellulose plate on the outer surface. Okay, ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യണേ. എന്ത്? സെൽ വാൾ ഹാസ് സ്റ്റിഫ് സെല്ലുലോസ് പ്ലേറ്റ് ഓൺ ദ ഔട്ടർ സർഫസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. They have two flagella. One lies longitudinally and the other transversely in a furrow between the wall plates. രണ്ട് ഫ്ലജലുകളുണ്ട്. ഒരാൾ ലോഞ്ചിറ്റ്യൂഡിനലിയും മറ്റേ ആൾ ട്രാൻസ്വേഴ്സ്ലി ആണ് ഉള്ളത്. വെരി ഓഫൺ റെഡ് ഡൈനോഫ്ലാജലേറ്റ്സ്, ഗോണിയോലാക്സ് എന്ന് പറയുന്ന റെഡ് ഡൈനോഫ്ലാജലേറ്റ്സ് എന്ത് സംഭവിക്കാറുണ്ട്? അണ്ടർഗോ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ ദാറ്റ് മേക്സ് ദി സീ അപ്പിയർ റെഡ്. അതുകൊണ്ട് നമ്മൾ റെഡ് ടൈഡ്സ് പറയാറുണ്ട്. അവർ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ നടക്കാറുണ്ട് ആൻഡ് മേക്ക് ദ സീ അപ്പിയർ റെഡ് കളറോ ആയതുകൊണ്ട് അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? റെഡ് ടൈഡ്സ് എന്ന് വിളിക്കാറുണ്ട്. റെഡ് കളറായതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? റെഡ് ടൈഡ്സ് എന്ന് വിളിക്കാറുണ്ട്. ആൻഡ് ദേ റിലീസ് എ ടോക്സിൻ which such large number may even kill other marine animals such as fishes. അവർ ടോക്സിൻസ് റിലീസ് ചെയ്യാറുണ്ട്. അതിൻ്റെ കുറേ എമൗണ്ട് എന്ത് ചെയ്യും? നമ്മളുടെ ഫിഷസിനെയൊക്കെ കൊന്നുകളയും. ഓക്കെ, സോ ഡൈനോഫ്ലാജലേറ്റ്സ് ആർ ദ ഓർഗാനിസം മോസ്റ്റ്ലി മെറൈൻ ആൻഡ് ഫോട്ടോസിന്തറ്റിക്, appear yellow and green, brown, blue or red depending on the main pigment present in their cells. Their walls have stiff cellulose plate on the outer surface. Most of them have two flagella. One lies longitudinally and the other transversely in a furrow between the wall plates. Very often, the red dinoflagellates, Goniolacs, undergo such a rapid multiplication that make the sea appear red and called red tides.
Toxin released by such large number may even kill other marine animals such as fishes. ഇതാണ് ഈ കാണുന്ന ഫിഗർ കണ്ടോ, ഈ ഫിഗറാണ് എന്ത്, ഡൈനോഫ്ലാജലേറ്റ്സ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ദ കിങ്ഡം യൂഗ്ലിനോയിഡ്സ് ആണ്. കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ അടുത്തതാണ് യൂഗ്ലിനോയിഡ്സ്. യൂഗ്ലിനോയിഡ്സിൽ മെജോറിറ്റി ഓഫ് ദം ആർ ഫ്രഷ് വാട്ടർ organism found in stagnant water. ഫ്രഷ് വാട്ടർ ഫൗണ്ട് ഇൻ സ്റ്റാഗ്നൻറ്റ് വാട്ടറിലാണ് ആരെ കാണുന്നത്, യൂഗ്ലിനോയിഡ്സ്. ഓക്കെ, അവർക്ക് സെൽ വാൾ ഇല്ല, ദേ ഡോണ്ട് ഹാവ് സെൽ വാൾ. ഇൻസ്റ്റെഡ് ഓഫ് സെൽ വാളിന് പകരം അവർക്ക് എന്തുണ്ട്, എ പ്രോട്ടീൻ റിച്ച് ലെയർ കോൾഡ് പെല്ലിക്കൽ വിച്ച് മേക്ക് ദിയർ ബോഡി ഫ്ലെക്സിബിൾ. അവർക്കൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്തുണ്ട്, പെല്ലിക്കിൾ ഉണ്ട്, വിച്ച് മേക്ക് ദിയർ ബോഡി എന്താകും, ഫ്ലെക്സിബിൾ. ഓക്കെ, they have two flagella, a short and a long one. They have two flagella, a short and a long one. They are photosynthetic in presence of sunlight. സൺലൈറ്റിൻ്റെ പ്രസൻസിൽ അവർ എന്തായിരിക്കും, ഫോട്ടോസിന്തറ്റിക് ആയിരിക്കും. ഇൻ ഡിപ്രൈവ്ഡ്, സൺലൈറ്റ് ഇല്ലെങ്കിൽ അവരെന്തായിരിക്കും, ഹെട്രോട്രോഫിക് ആയിരിക്കും. സൺലൈറ്റിൻ്റെ പ്രസൻസിൽ അവർ ഫോട്ടോസിന്തറ്റിക് ആയിരിക്കും, സൺലൈറ്റിൻ്റെ ആബ്സെൻസിൽ അവർ ഹെട്രോട്രോഫിക് ബൈ പ്രിഡേറ്റിംഗ് സ്മോളർ organisms. The pigments of euglenoids are identical to those present in higher plants. അത് എക്സാമ്പിളാണ് യൂഗ്ലീന. യൂഗ്ലീന ആണ് എന്തിൻ്റെ എക്സാമ്പിൾ, യൂഗ്ലിനോയിഡ്സിൻ്റെ എക്സാമ്പിൾ. പേര് പോലെ തന്നെ ഈസിയാണ് പറയാൻ. യൂഗ്ലീന ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് യൂഗ്ലിനോയിഡ്സ്. സോ വൺസ് മോർ, majority of them are freshwater organisms found in stagnant water. Instead of cell wall, they have a protein rich layer called the pellicle which makes their body flexible. They have two flagella. Dinoflagellates ne pole they have two flagella, പക്ഷേ one is short, another one is long. They are photosynthetic in presence of sunlight. In deprived of sunlight, they behave like heterotrophs by predating on other smaller organisms. The pigments of euglenoids are identical to those present in higher plants. Higher plants il present cheyyupolte pigments undu. Example endana യൂഗ്ലീന. Okay, എക്സാമ്പിൾ എന്താണ്, യൂഗ്ലീന. നെക്സ്റ്റ് ഇറ്റ് ഇസ് സ്ലൈം മൗൾസ്. സ്ലൈം മൗൾസ് എന്താണ്, സ്ലൈം മൗൾസ് ഇറ്റ് ഇസ് എ സാപ്രോഫൈറ്റിക് പ്രോട്ടസ്റ്റ്. Slime mold, the body moves along decaying twigs and leaves engulfing organic matter. The body moves along decaying twigs and leaves engulfing organic matter. Under suitable condition, അവർക്ക് ഇഷ്ടപ്പെട്ട കണ്ടീഷൻ ആകുമ്പം ദി ഫോം അഗ്രിഗേറ്റ്സ് കോൾഡ് പ്ലാസ്മോഡിയം. അവരുടെ സ്യൂട്ടബിൾ കണ്ടീഷനിൽ അവർ എന്തായിട്ട് മാറും, പ്ലാസ്മോഡിയം ആയിട്ട് മാറും, വിച്ച് മേ ഗ്രോ ആൻഡ് സ്പ്രെഡ് ഓവർ സെവറൽ ഫീറ്റ്സ്. അവർ ഗ്രോ ചെയ്യും ആൻഡ് സ്പ്രെഡ് ഓവർ സെവറൽ ഫീറ്റ്സ്. അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻ, അവർക്ക് ഇഷ്ടമില്ലാത്ത കണ്ടീഷൻ ആണെങ്കിലോ Plasmodium differentiate and forms a fruiting body bearing spores at the tip. Okay, the spores possess true wall. They are extremely resistant and survive for many years even under adverse condition. The spores dispersed by air current. Okay, എന്താണെന്ന് വെച്ചാൽ സ്ലൈം മൗൾസ് എന്താണ്, സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ് ആണ്. ഒരു സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ്, ദ ഓൺലി സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ദ സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ് ആണ് സ്ലൈം മൗൾസ്. അവരെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഡീക്കേയിങ് ട്വിഗ്സും ലീവ്സും കൂടിയൊക്കെയാണ്. എന്തെങ്കിലും ഫുഡ്സൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ എൻഗൾഫ് ചെയ്ത് അങ്ങനെ മെല്ലെ നമ്മൾ പുഴുക്കളൊക്കെ നീങ്ങി ഇങ്ങനെ അതുപോലൊക്കെ തന്നെയാണ് ഏകദേശം സ്ലൈം മൗൾസ് മൂവ് ചെയ്യുക. ഡീക്കേയിങ് ട്വിഗ്സ് ആൻഡ് ലീവ്സ് എൻഗൾഫിങ് ഓർഗാനിക് മാറ്റർ. അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ, അവർക്ക് ഇഷ്ടപ്പെട്ട കണ്ടീഷനിൽ അവർ എന്തായിട്ട് മാറും, പ്ലാസ്മോഡിയം ആയിട്ട് മാറും. അണ്ടർ അൺഫേവറബിൾ കണ്ടീഷനിൽ അവർ എന്തായിട്ട് മാറും,
ഫ്രൂട്ടിങ് ബോഡീസ് ആയിട്ട് മാറും. എന്താ ബിയറിങ് സ്പോസ് അറ്റ് ദ ടിപ്പ്. ആ സ്പോസിന് എന്തുണ്ട്? ട്രൂ വാളുണ്ട്. ആൻഡ് ദേ ആർ എക്സ്ട്രീംലി റെസിസ്റ്റൻറ്റ് ആൻഡ് സർവൈവ് ഫോർ മെനി ഇയേഴ്സ് ഈവൻ അണ്ടർ അഡ്വൈസ് കണ്ടീഷൻ. പിന്നെ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ നോട്ട് ചെയ്യണം. കാരണം സ്പോസ് ആർ ഡിസ്പേഴ്സ്ഡ് ബൈ എയർ കറണ്ട്. ചില MCQയിൽ നമുക്ക് ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് എന്നൊക്കെ ചോദിക്കുമ്പം ഇവിടെ ഈ എയർ കറണ്ടിന് പകരം കൂടുതലും കൊടുക്കാറ് വാട്ടർ കറണ്ട് ആയിരിക്കും. അപ്പം നമ്മളോട് അല്ലെങ്കിൽ വിൻഡ് കറണ്ട് എന്നൊക്കെ വാട്ടർ കറണ്ട് എന്ന് കൊടുക്കാറുണ്ട്. വാട്ടർ കറണ്ട് എന്ന് കൊടുക്കുമ്പം നമുക്ക് പെട്ടെന്ന് നമ്മൾ വിചാരിക്കാം വാട്ടർ കറണ്ട് ആയിരുന്നു എന്ന്. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് വാട്ടർ കറണ്ട്, ഇറ്റ് ഇസ് വിൻഡ് കറണ്ട്. എയർ കറണ്ട്. അതുകൊണ്ട് നിങ്ങൾ മറന്നു പോകരുത്. സോ സ്പോസ് ഇസ് ഡിസ്പേഴ്സ്ഡ് ബൈ വിൻഡ് കറണ്ട്. ഓക്കെ, ഓർ എയർ കറണ്ട് എന്നാണ് കൂടുതലും നമ്മൾ പറയേണ്ടത്. ഇറ്റ് ഇസ് ഡിസ്പേഴ്സ്ഡ് ബൈ എയർ കറണ്ട്. ഓക്കെ, ഈ ഫിഗറാണ് കേട്ടോ ആരത്? ഈ ഫിഗറാണ് സ്ലൈം മൗൾസ്. സ്ലൈം മൗൾസിൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്, പറഞ്ഞുതരാം. ഫൈസാരം പോളിസെഫാരം സ്ലൈം മൗൾസിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഫൈസാരം പോളിസെഫാരം. ഫൈസാരം എന്ന് പറഞ്ഞാൽ മതി. ഫൈസാരം ഇതിനൊരു എക്സാമ്പിളാണ്. എന്തിൻ്റെ? സ്ലൈം മൗൾസിനൊരു എക്സാമ്പിളാണ് ഫൈസാരം. പിന്നെ വേറൊന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഈ ഡൈനോഫ്ലാജല്ലേറ്റ്സിൻ്റെ അവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. നോക്ടിലുക്ക ഒരു ബയോലൂമിനസൻസ് കാണിക്കുന്നതിനൊരു എക്സാമ്പിളാണ്. ബയോലൂമിനസൻസ് പറഞ്ഞാൽ അവർക്ക് തിളങ്ങാൻ പറ്റും സ്വന്തമായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സാമ്പിളാണ് നോക്ടിലുക്ക. ബയോലൂമിനസൻസ് കാണിക്കുന്നതിന് എക്സാമ്പിളാണ് നോക്ടിലുക്ക. ഓക്കെ, മറന്നു പോകരുത്. സ്ലൈം മൗൾസിന് എക്സാമ്പിളാണ് ഫൈസാരം. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല കേട്ടോ. ഫൈസാരം സ്ലൈം മൗളിന് എക്സാമ്പിളാണ്. Next one, it is protozoan. All the protozoans are heterotrophs. എല്ലാ പ്രോട്ടോസോവനും എന്താണ്? ഹെറ്ററോട്രോഫ്സ് ആണ്. ആൻഡ് ലീവ് ആസ് പ്രിഡേറ്റേഴ്സ് ഓർ പാരസൈറ്റ്സ്. ഒന്നെങ്കിൽ പ്രിഡേറ്റേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ പാരസൈറ്റ് ആയിട്ട് ജീവിക്കുന്നവരാണ്. ആൻഡ് ദേ ആർ ബിലീവ് ടു ബി എ പ്രിമിറ്റീവ് റിലേറ്റീവ് ഓഫ് ആനിമൽസ്. ആനിമൽസിൻ്റെ പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ആയിട്ടാണ് അവർ കരുതപ്പെടുന്നത്. 4 ടൈപ്പ് പ്രോട്ടോസോയിൻസ് ഉണ്ട്. അമീബോയിഡ് പ്രോട്ടോസോയിൻ, ഫ്ലജലേറ്റഡ് പ്രോട്ടോസോയിൻ, സീലിയേറ്റഡ് പ്രോട്ടോസോയിൻ ആൻഡ് സ്പോറോസോയിൻസ്. ആരൊക്കെയാണ്? അമീബോയിഡ് പ്രോട്ടോസോയിൻ, ഫ്ലജലേറ്റഡ് പ്രോട്ടോസോയിൻ, സീലിയേറ്റഡ് പ്രോട്ടോസോയിൻ ആൻഡ് സ്പോറോസോയിൻസ്. ആദ്യം നമ്മൾ പറയുന്നത് എബൌട്ട് അമീബോയിഡ് പ്രോട്ടോസോയിൻ ആണ്. These organisms live in fresh water as well as in marine water. Fresh water, sea water and moist soils. Okay, they move and capture their prey by putting out a pseudopodia, a false feet, as an amoeba. അമീബയിലുള്ളതുപോലെ ഇവരും എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? അവരുടെ ഫാൾസ് ഫീറ്റ് ആയിട്ടുള്ള സ്യൂഡോപോഡിയ വെച്ചിട്ടാണ് അവർ മൂവ് ചെയ്യുന്നത്. എന്നിട്ടാണ് അങ്ങനെയാണ് അവർ അവരുടെ ഇരകളെ പിടിക്കുന്നത്. Marine forms have silica shells on the surface. ഇത് നോട്ട് ചെയ്യണേ. Marine form have silica shells on the surface. ഒരു എക്സാമ്പിളാണ് ആര്? എൻഡ് അമീബ എന്തിന് എക്സാമ്പിളാണ്? അമീബോയിഡ് പ്രോട്ടോസോയിൻ എക്സാമ്പിളാണ്. These organisms live in fresh water, sea water or moist soils, move and capture their prey by predating out pseudopodia, their false feet, as in amoeba. മെറൈൻ ഫോംസ്, ഇവരുടെ മറൈൻ ഫോംസിൽ എന്തുണ്ട്? സിലിക്ക ഷെൽസ് ഉണ്ട്. ആൻഡ് ഒരു എക്സാമ്പിളാണ് എൻഡമീബ വിച്ച് ഇസ് എ പാരസൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് ഇസ് ഫ്ലജലേറ്റഡ് പ്രോട്ടോസോയിൻ. ആരാണ്? ഫ്ലജലേറ്റഡ് പ്രോട്ടോസോയിൻ. The member of this group are either free living or parasitic. ഒന്നെങ്കിൽ ഫ്രീ ലിവിങ് ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും? പാരസൈറ്റിക് ആയിരിക്കും. They have flagella. പേരിൽ ഫ്ലജല്ല ഇല്ല, അപ്പം എന്തായാലും ഇവർക്ക് എന്തുണ്ടാവും? ഫ്ലജല്ല ഉണ്ടാകും. The parasitic form cause diseases such as sleeping sickness. ഇവരുണ്ടാക്കുന്ന ഡിസീസാണ് സ്ലീപ്പിംഗ് സിക്നസ്. ഉണ്ടാക്കുന്ന ആരാണ്? ഉണ്ടാക്കുന്നതിന് എക്സാമ്പിൾ ട്രിപ്പനോസോമ ഗാംബേസ് എന്ന് പറയുന്ന അതാണ് എന്തുണ്ടാക്കുന്നത്? സ്ലീപ്പിംഗ് സിക്നസ്. സെറ്റ്സെഫ്ലൈ ആണ് ഇതിൻ്റെ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ട്രിപ്പനോസോമയാണ് ഇതിലെ പാരസൈറ്റ്. സ്ലീപ്പിംഗ് സിക്നസ് ആണ് ഇതിൻ്റെ ഡിസീസ്.
Okay, next we are going to ciliated protozoan. They are aquatic, actively moving organism because of the presence of thousands of cilia. Thousands of cilia ഉള്ളതുകൊണ്ട് തന്നെ they are actively moving. They have a cavity called gullets. Gullets പറയുന്ന cavity ഉണ്ട് that opens to outside the cell surface. That opens to the outside the cell surface. The coordinated moves of rows of cilia causes the water laden with food to steered into the gullet. അവരുടെ കോർഡിനേറ്റഡ് ഈ സീലിയ മൂവ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ കുറേ എണ്ണം ഉണ്ടാവും. ഇതിനാണ് നമ്മൾ സീലിയ എന്ന് പറയുന്നത്. ഒരു ജീവിയാന്ന് വിചാരിക്കാം. കുറേ ഇങ്ങനത്തെ ജസ്റ്റ് ലൈക്ക് ഫ്ലജല്ല പോലെ പറയാം, പക്ഷേ ഫ്ലജല്ല സിംഗിൾ അല്ലെങ്കിൽ ലോങ് ഒക്കെ ആയിരിക്കും. ഇത് മൂവ് ചെയ്യണം നമുക്ക് എങ്ങനെയായിരിക്കും, നല്ല ഭംഗിയായിരിക്കുമല്ലോ, ഒരു നല്ല ഇതിലല്ലേ. അപ്പം അവരുടെ കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ് ഓഫ് റോസ് ഓഫ് സീലിയ കോസ് വാട്ടർ ലേഡൻ വിത്ത് ഫുഡ് ടു ബി സ്റ്റിയർഡ് ഇൻ ടു ദ ഗള്ളറ്റ്. അവരുടെ ഗള്ളറ്റിലോട്ട് ഈ ഫുഡിന് എന്തെങ്കിലും കൊണ്ടുവരലാണ് ഇവരുടെ പണി. ഈ സീലിയേറ്റഡ് പ്രോട്ടോസോവന് എന്തുണ്ട്, 2 ന്യൂക്ലിയ ഉണ്ട് കേട്ടോ. 2 ന്യൂക്ലിയ ഉണ്ട്. 1 is large and other is small. Small is for reproduction and the large nuclei is for capturing of food. അതുമല്ല ഈ സീലിയേറ്റഡ് പ്രോട്ടോസോവൻ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഇറ്റ് ഈസ് എൻഡോപാരസൈറ്റ് എന്ന് വിചാരിച്ചാൽ മതി. സീലിയേറ്റഡ് പ്രോട്ടോസോവൻ എന്താണ്, എൻഡോ പാരസൈറ്റ് ആണ് കേട്ടോ. എക്സോ അല്ല, ഇറ്റ് ഈസ് എൻഡോ പാരസൈറ്റ്. ഒരാളുടെ ഉള്ളിലാണ് ഇത് കാണുന്നത്. എക്സാമ്പിൾ നമ്മളുടെ പാരമീസിയമാണ് എക്സാമ്പിൾ. പാരമീസിയം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പാരമീസിയം ഇസ് എൻ എക്സാമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് ഈസ് സ്പോറോസോയിൻസ്. The diverse organisms have infectious spore-like stage in their life cycle. Infectious spore-like stage ആണ് ഈ സ്പോറോസോയിൻ്റെ ഏറ്റവും ഇതുള്ളത്. ആൻഡ് അത് കോസ് നമുക്കറിയാം ഒരു ഇൻഫെക്ഷ്യസ് സ്പോർ-ലൈക്ക് സ്റ്റേജ് ഉള്ളതാണ് മലേറിയ എന്ന് പറയുന്ന ഡിസീസില്ല, അതൊരു ഇൻഫെക്ഷ്യസ് സ്പോർ-ലൈക്ക് സ്റ്റേജുള്ളൊരു ഡിസീസാണ്. നൊട്ടോറിയസ് ആയിട്ടുള്ള പ്ലാസ്മോഡിയം ആണ് ഈ മലേറിയത്തിൻ്റെ ഇതായിട്ട് വർക്ക് ചെയ്യുന്നത്. എന്താ പറയുക, ഏജ് ഉണ്ടോ അങ്ങനെയൊക്കെ പറയാം നമുക്ക്. എന്തായാലും മലേറിയ ആണ് ഇതിൽ ഉള്ളത്. പ്ലാസ്മോഡിയം ആണ് ഇതിൻ്റെ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. മലേറിയൽ പാരസൈറ്റ് ഏജൻ്റ് അല്ല, സോറി, എന്തായാലും അതിൻ്റെ കണ്ടൻറ്റ് പ്ലാസ്മോഡിയമാണ്. വിച്ച് കോസസ് മലേറിയ, a disease which has staggering effect on human population. നമ്മളുടെ ഏറ്റവും എന്താ പറയുക, ഒരു ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് എന്ത്, മലേറിയ എന്ന് കേട്ടില്ലേ, അതൊക്കെ തന്നെയാണ്. അത് ഉണ്ടാക്കുന്നത് ആരാണ്, പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, പ്ലാസ്മോഡിയം മലേറിയ ഒക്കെ ഉണ്ട്. അതിൽ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരമാണ് മാലിഗ്നൻ്റ് മലേറിയ, വിച്ച് ഇസ് വെരി എന്താ പറയുക ഡെഡ്ലി ഡിസീസാണ്. മാലിഗ്നൻ്റ് മലേറിയ എന്ന് പറയുന്നത് കോസ് ചെയ്യുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരമാണ്. അതൊക്കെ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്, ഈ ഒരു കിങ്ഡം പ്രോട്ടിസ്റ്റയിലുള്ളത്. ഇനി നമുക്ക് കിങ്ഡം ഫഞ്ചി ഉണ്ട്, പിന്നെ ജസ്റ്റ് കുറച്ച് ഒരു ഐഡിയ ആയിട്ട് കിങ്ഡം പ്ലാന്റേയും പിന്നെ കിങ്ഡം ആനിമേലിയയും, അതുപോലെ വൈറസും പിന്നെ പ്രിയോൺസും വൈറോയിഡ്സ് ലൈക്കൻസ് ഒക്കെയാണ് പിന്നെയുള്ളത്. കിങ്ഡം പ്ലാന്റേയും കിങ്ഡം ആനിമേലിയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ ചാപ്റ്റേഴ്സ് തന്നെ ഉണ്ട്. പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ ജസ്റ്റ് ഒരു ഐഡിയ തരുന്നേ ഉള്ളൂ. ആൻഡ് ഇറ്റ് വിൽ ബി ഇൻ അതർ പാർട്സ് ഓഫ് ദിസ് അതർ പാർട്ടിലുണ്ടാകും. ഓക്കെ, താങ്ക് യു.